നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വമ്പായം. ചെറിയൊരു വേഴമാറ്റം വരികയാണ്. 2025 10-ാം മാസം 18-ാം തീയതി മുതൽ 2025 ഡിസംബർ 5 വരെയാണ് വേഴമാറ്റം. ഒരു വർഷത്തിലൊരിക്കലാണ് വേഴം ഒരു രാശി മാറുന്നത്. അപ്പോൾ ഈ വേഴമാറ്റം പൂർണ്ണമായിട്ട് വരുന്നത് 2026 6-ാം മാസത്തിലാണ് നല്ല മാറ്റം വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത് ചെറിയ മാറ്റമാണ്. ശീഘ്രഗതിയിൽ വരികയും വക്രത്തിൽ തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ മകരക്കൂറുകാർക്ക് ഉത്രാടത്തിൻ്റെ മുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ പകുതി വരെയുള്ള മകരക്കൂറുകാർക്ക് വേഴ ഇപ്പോൾ 6-ൽ സഞ്ചരിക്കുന്നത് മാറി 7-ൽ വരും. 2026 6-ാം മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം 7-ൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ 6-ൽ വേഴം നിൽക്കുന്ന സമയം നമുക്കിത്തിരി ഭാഗ്യക്കുറവാണ്. കാരണം ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ചം മുനയോ പാവാൻ അനുഷ്ഠാൻ വരുന്നതാണ്. 3-ലും 6-ലും 8-ലും 12-ലും വേഴഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന കാലം അനിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കും. അപ്പോൾ ഈ അനിഷ്ടഫലം എന്ന് പറഞ്ഞാൽ വേഴ 6 നിൽക്കുമ്പോൾ ഒരു ഓട്ടിന് തോറ്റുക, ഒരു മാർക്കിന് തോറ്റുക, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാതിരിക്കുക, കിട്ടിയ ജോലി വേണ്ടാന്ന് നമുക്ക് തോന്നിപ്പോവുക, നല്ല സാലറി, പ്രോഫിറ്റ്, കമ്മീഷൻ, മെച്ചം, നേട്ടം ഒന്നും കിട്ടണില്ലെന്നും കൊണ്ട് നമുക്ക് തന്നെ കിട്ടിയ ജോലി വലിച്ചെറിയരുത്, അങ്ങനെ തോന്നിപ്പോവും. നാട് വിട്ട് വീട് വിട്ടൊക്കെ പോകണമെന്ന് തോന്നുക, കടങ്ങൾ കൂടി വരിക. അപ്പോൾ അങ്ങനെ ഭയങ്കര ഭാഗ്യക്കുറവുകളും വിവാഹ തടസ്സവും മക്കളുണ്ടാകാൻ തടസ്സവും ഉള്ള ബന്ധങ്ങൾ, ഭാര്യ വേണ്ടെന്നും ഭർത്താവ് വേണ്ടെന്നൊക്കെ അങ്ങ് തോന്നി കുടുംബ ബന്ധങ്ങൾ ഒരു മയമില്ലാതെ ഉപേക്ഷിക്കാൻ ഒരു മടിയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യും. കുടുംബ കോടതിയിലും വനിതാ കമ്മീഷനിലും കയറി ഇറങ്ങി കുടുംബ ബന്ധങ്ങൾ തെറിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ സമയത്തിൻ്റെ കുഴപ്പം കൊണ്ട് വിനാശകാല് വിപരീത ബുദ്ധി എന്നാണ്. സമയദോഷം വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. 2025 മാർച്ച് മാസം വരെ മകരക്കൂറുകാർക്ക് 7-ാം ശനി ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയാൽ ഇപ്പം നല്ല കാലമാണ്. എങ്കിലും ശനി മാറുമ്പോൾ എനിക്ക് പല സർവ്വഭാഗ്യങ്ങളും കിട്ടുമെന്ന് ജോലിച്ചർ പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും കിടന്ന് കടത്തിൻ്റെ മണ്ടയിലും ശത്രുവിൻ്റെ വിരോധത്തിലും വിഷമിച്ചു പോവുകയാണ്. എൻ്റെ രോഗമൊന്നും മാറണില്ല, വിഷമമൊന്നും മാറണില്ല, കടമൊന്നും മാറണില്ല എന്ന് നിങ്ങൾ പറയും. യഥാർത്ഥമാണത്. കാരണം എന്താണ്? വേറെ 6 നിൽക്കുമ്പോൾ നാർത്ത ചോര, ക്ഷത, രോഗ, ശത്രു, കടങ്ങൾ കൂടും. ചോര, കള്ളന്മാർ, മോഷണവും ചൂഷണവും ഒക്കെ ഉണ്ടാവും. ക്ഷതം മറിഞ്ഞു വീണ് കൈയും കാലും ഒക്കെ ഓടി. ആശുപത്രിയിൽ പോയാൽ സർജറി ഉറപ്പാണ്. രോഗങ്ങൾ, ശത്രു എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ശത്രുക്കൾ കൂടി വരണം. അത് പൈസ ഇടപാട്, സന്താനങ്ങൾ പോലും ശത്രു. അവറ്റങ്ങൾക്കും പഠിക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഒക്കെ നമ്മളുള്ള വസ്തുവൊക്കെ എഴുതി വിറ്റ് അവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തെറ്റില്ല. പക്ഷെ ഉള്ളത് നിലനിർത്തിക്കൊണ്ട് ഉള്ള സാഹചര്യത്തിൽ പിള്ളേർക്ക് പഠിച്ച് രക്ഷപ്പെടാനുള്ള കഴിവുകളുമുള്ള മക്കളായിരുന്നു. അവരുടെ കഴിവുകൾ മാറ്റിവെച്ചുകൊണ്ട് പൈസയുടെ പവർ കൊണ്ട് അവരെ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കടങ്ങൾ വന്ന് കയ്യിരിക്കുന്ന മുതലുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പിള്ളേരെ സഹായിക്കണം നല്ലതാണെങ്കിലും കടമുണ്ടെന്നും കൊണ്ട് വിഷമിക്കരുത്. അപ്പോൾ ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം 2026 6-ാം മാസം വരെ ഉണ്ട് നമുക്ക് 6-ൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒക്ടോബർ മാസം 18 മുതൽ 2025 ഡിസംബർ 5 വരെ ചെറിയൊരു മാറ്റമുണ്ട്. വേഴ 7 വരും. 7 വരുന്ന സമയം നമുക്ക് എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണ്. അതിൽ കുറച്ച് ദിവസം കൊണ്ട് എന്തൊരു വിജയമാണ് കിട്ടണത് നിങ്ങൾ ചിന്തിച്ചു. പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറാൻ 1 മണിക്കൂർ, 1 ദിവസം, ഒരാഴ്ച, 1 മാസം, 1 കൊല്ലം മതി. അവരെങ്ങനെ രക്ഷപ്പെടും? ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? ജീവിതകാലം മൊത്തം അത് നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയുള്ള ഉപകാരപ്രദമായ നേട്ടങ്ങളാണ് വേഴൻ 7-ൽ ഉച്ചത്തിൽ വരുമ്പോൾ. അപ്പോൾ വേഴം ഉച്ചത്തിൽ നിന്നാതാണ് ശൃംഗസ്ഥിരേ തനുപദോ സദനസ വീര ജേതാൻ ദിഷാം കലുഭവേൽ പ്രഥമാന തേജോ സദനം. പൈസ കിട്ടും, ഉത്സാഹം കിട്ടും, വീരത്വം കിട്ടും. വീരം എന്ന് വെച്ചാൽ ഉത്സാഹം, വീരം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാനുള്ള അതിവിശേഷ സാമർഥ്യമാണ് വീരത്വം എന്നത്. ജേതാൻ ദിഷാം കലുഭവേൽ, ജേതാവ് എന്ന് വെച്ചാൽ ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയി ഉന്നത വിജയം നേടി വരുന്ന ആൾ ജേതാവ്. അപ്പോൾ നമുക്ക് മുടങ്ങിക്കിടങ്ങണ പരീക്ഷകൾ
മത്സരങ്ങളാ, ബിസിനസ്സുകളാ, കാര്യങ്ങളാ ഒന്നും മനസ്സ് വെച്ചാൽ അത് കുറച്ച് പുരോഗതിയിലേക്ക് വരും. അഭിമാനവും തേജസ്സും ഐശ്വര്യമൊക്കെ കിട്ടും. വേണ്ട, ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ വിവാഹം, ബന്ധമൊക്കെ വേണം, സ്നേഹിക്കണം, ജീവിക്കണമെന്നൊന്ന് തിരിച്ച് ചിന്തിച്ചാൽ കുടുംബ ബന്ധങ്ങളും നമുക്ക് സന്തോഷം തരും. ജീവിതത്തിൽ വിരോധിച്ചിരിക്കുന്നവരെല്ലാവരും നമ്മളോടൊക്കെ സ്നേഹം കാണിക്കും, ഭക്തി കൂടും. അമ്പലക്കാര്യവും ദേവകാര്യങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ യോഗം. വേറെ നിൽക്കുമ്പോൾ ഭൗമ്യ സപ്തമകെ വിവാഹഘടനം, വാസൗഖ്യം, കുടുംബ സൗഖ്യമൊക്കെ കിട്ടും. അർത്ഥലാഭ നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ ജോലിയും പൈസയൊക്കെ കിട്ടും. വിദേശയാനം, വിദേശത്തിരിക്കുന്നവർക്കും വിദേശത്ത് പോകുന്നവർക്കും കുറച്ച് നേട്ടങ്ങൾ കിട്ടും. അധികം ഫലം, അധിക ഫലം എന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, കുറച്ച് അനുകൂലങ്ങൾ, അധികാരികളുടെ പ്രീതി, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലം, പൈസയും ഭാഗ്യമൊക്കെ കിട്ടി, കുറച്ച് അനുകൂലം കിട്ടി, സന്തോഷം കിട്ടി, സമാധാനം കിട്ടി. ഗുരുശുക്ര കേന്ദ്രകൈവാ സുവിധാഹ സ്ഥലത്ത് ആതിരോ വാര്യാണ്. ഗുരുവും ശുക്രനും ഒക്കെ കേന്ദ്രത്തിൽ 1, 4, 7, 10 രാശി കേന്ദ്ര രാശികളിൽ നിൽക്കുമ്പോൾ സുഖിതാഹ തത്ര ആതിരോ വാച്യ, എത്ര രോഗിയായിട്ട് കിടക്കണ ആളും സുഖിയായിട്ട് ഭവിക്കും. സുഖിക്കണമെന്ന് വെച്ചാൽ എന്താണ്? മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല സുഖം കിട്ടുന്ന ഒരാൾ സുഖിക്കും. കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നും കൊണ്ട് ഒരാൾ സുഖിക്കണം എന്ന് പറയാൻ പറ്റില്ല. പണവും ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും അധികാരം ഉണ്ടെങ്കിലും സുഖിക്കണം എന്ന് വെച്ചാൽ നല്ല മനസ്സുഖവും ശരീരസുഖവും കിട്ടണ ഒരാളിന് എല്ലാ സുഖവും സുഖിക്കുന്നതെന്ന് തന്നെ ഭാഗ്യമാണ്. മനസ്സുഖവും ശരീരസുഖവും കിട്ടണമെങ്കിൽ എന്താണ്? കുടുംബത്തിലെ എല്ലാ തരത്തിലും ജോലിയിലും ബിസിനസ്സിലും പ്രവർത്തന രംഗങ്ങളിലും ഒക്കെ നമുക്ക് നല്ലത് വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്നത്. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖമാണല്ലോ മനസ്സുഖം. മനസ്സിലാണല്ലോ എല്ലാത്തിലും ഇരിക്കേണ്ടത്. അപ്പം നമുക്ക് മനനത്രായത ഇത് മനസ്സുകൊണ്ട് ത്രയിപ്പിക്കുന്ന സാധനമാണ് മന്ത്രം. അതുകൊണ്ട് മന്ത്രജപങ്ങളും കാര്യങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ ഭജിച്ച് വിഷ്ണുവിനെ ഭജിച്ച് നവഗ്രഹ പൂജ, മൃത്യുഞ്ജോമ, ഐശ്വര്യ പൂജ, കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ വിനകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കിട്ടും. ജാതകം കൂടെ ഒന്ന് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ജീവിതത്തിൽ നല്ല ഭാഗ്യങ്ങളും അപകീർത്തികളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. ജാതകത്തിലും ഗ്രഹപ്പഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഷമതകൾ മാറാതിരിക്കും. ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ഭാഗ്യമില്ലാത്തവരുണ്ട്. ഒരു ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കിടന്ന് കഷ്ടപ്പെട്ടിട്ടും മെച്ചം കിട്ടണില്ല എന്ന് പരാതി പറയുന്നു. സർവ്വ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും ജ്യോത്സ്യന്മാരുടെ അടുത്തും ആശുപത്രികളിലും ഒക്കെ പോകും. പക്ഷെ എവിടെ ചെന്നിട്ടും ആശുപത്രിയിൽ പോയിട്ടും മന്ത്രവാദം ചെയ്തിട്ടും പൂജ ചെയ്തിട്ടും അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു ഗുണവും എനിക്ക് കിട്ടുന്നില്ലെന്ന് പ്രാർത്ഥിക്കുന്നവരും പ്രാകുന്നവരും എത്രയോ പേരുണ്ട്. ജാതകത്തിലുള്ള ഗ്രഹപ്പഴകളാണ്. അപ്പം അതിന് നമുക്ക് ഏറ്റവും വലിയ പരിഹാരം കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവനെ ഭജിക്കണം. അപ്പോൾ നമുക്ക് നല്ലത് വരും. ഈ കുടുംബക്ഷേത്രം ഇല്ലാത്തവരാണെങ്കിൽ, ഇല്ലാത്തവരില്ല, മറ്റ് മതത്തിലുള്ളവർ അവരുടെ മതത്തിലുള്ള പ്രാർത്ഥനകൾ, നേർച്ചകൾ, കുർബാനകൾ, നിസ്കാരങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്രഹപ്പഴയ്ക്ക് നല്ല മാറ്റങ്ങൾ വരും. അങ്ങനെ നമുക്ക് നല്ല ഐശ്വര്യത്തോടു കൂടി അഭിവൃദ്ധിയോടുകൂടി രക്ഷപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നത് കൊണ്ട് പരാജയങ്ങൾ ഒരുപാട് മാറി വിജയങ്ങളായിട്ട് നമുക്ക് ശോഭിക്കും. എന്തായിരുന്നാലും നമുക്ക് ഏഴി വന്ന കാലഘട്ടം ചെറിയ പണക്കങ്ങൾ മാറി വലിയ സന്തോഷങ്ങൾ ദാമ്പത്യത്തിന് കിട്ടാനും മക്കളുടെയൊക്കെ വിവാഹം നടക്കാനും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾക്ക് വിജയം കിട്ടാനും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടാനും കാര്യങ്ങൾ വിജയിച്ച് നേടാനും ഒക്കെ യോഗമുണ്ട്. ഇപ്പോൾ 2026 മാസം കഴിഞ്ഞ് വേഴൻ കറക്റ്റാ ഈ ഏഴിൽ തന്നെ വരും. അപ്പോൾ ഇപ്പം ഈ വരുന്ന ഡിസംബർ വരെ ഉള്ളൂ ഈ ഫലം. അത് കഴിയുമ്പോൾ വീണ്ടും 6 നിൽക്കുന്ന ഫലത്തിന് ഈ പരിഹാരങ്ങൾ ചെയ്യണം. ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് നമുക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ തരേണ്ടത്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. നമ്മളെ യൂട്യൂബിൽ നിങ്ങൾ മെസ്സേജ് ജനനത്തീയതി ഇതൊക്കെ അയക്കുന്നുണ്ട്. അതിൽ കൂടെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. വാട്സപ്പിലിട്ടാൽ എനിക്ക് നോക്കാനും അറിയാനും സൗകര്യം പോലെ അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനും പറ്റും. വിളിക്കരുത്. ചില ആൾക്കാരെന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ വൈകുന്നേരം വിളിക്കാൻ, നാളെ വിളിക്കാൻ, രാവിലെ വിളിക്കാനും പറഞ്ഞുകൊണ്ട് ഇരുട്ട വിളിക്കാൻ വിളിക്കും. അവർ വിളിച്ചിട്ട് ചോദിക്കണം, ഒരേ ഒരു ചോദ്യം ചോദിക്കും, എൻ്റെ ജോലിയുടെ കാര്യവും അറിയണം, വിവാഹക്കാര്യം അറിയാം. പക്ഷെ ഞാൻ ജാതകം ഗണിച്ച് നോക്കാതെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പറയണത്? അപ്പോൾ ജാതകം അയച്ചു തരണം, എന്നിട്ട് നിങ്ങൾ വിളിച്ചോന്ന് പറഞ്ഞാൽ പിന്നെ വിരോധമായി. അതെങ്ങനെയാണ് ആ പെരുമാറണേന്നൊക്കെ ചോദിക്കും. നമുക്ക് ആളുകളോട് ഇടപെടാറുണ്ടെന്ന് പറയും. കാരണം എൻ്റെ സമാധാനത്തിനും എൻ്റെ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ പറഞ്ഞു തരാൻ
എനിക്ക് ജാതകം കിട്ടിയാലേ പറ്റൂ, സിദ്ധി ജ്യോതിഷമൊന്നുമില്ല. ഇതൊക്കെ അക്കാഡമിക് ലെവലിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കണം. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, പിതൃക്കൾക്ക് ബലി, തിലഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, സർപ്പത്തിന് ആയില്യം, ഊട്ട്, സർപ്പബലി. അതേപോലെ വൈകുന്നേരം പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപാരതി, അതിവിശേഷമായ പരിഹാരങ്ങളും അഭിഷേകങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പൂജകളിൽ താല്പര്യമുള്ള ആൾക്കാർ, നേർച്ചകൾ, വഴിപാടുകൾ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതിന് കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.